വയനാട് കേണിച്ചിറയിൽ നിന്ന് പിടികൂടി തിരുവനന്തപുരം മൃഗശാലയിൽ എത്തിച്ച കടുവയെ 21 ദിവസം പ്രത്യേക കൂട്ടിൽ ചികിത്സിക്കും. 10 വയസ്സുള്ള കടുവയുടെ ശരീരത്തിൽ മുറിവുകളുണ്ട്. ഡോക്ടർ നികേഷ് കിരണിന്റെ നേതൃത്വത്തിലാണ് ചികിത്സ നടക്കുക. അഖിൽ ഷാ അൻസാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽ ഷാ അൻസാർ, കടുവയെ തിരുവനന്തപുരം മൃഗശാലയിലേക്ക് എത്തിച്ചിരിക്കുന്നു. നിരീക്ഷണം തുടരണം, കാരണം ശരീരത്തിൽ ഇപ്പോഴും ചില പരിക്കുകളുണ്ട്. എന്താണ് മൃഗശാല അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട്, ചികിത്സയുമായി ബന്ധപ്പെട്ട്, നിരീക്ഷണവുമായി ബന്ധപ്പെട്ടൊക്കെ വ്യക്തമാക്കുന്നത്? അഖിൽ ഷാ. റീജിത്ത്, ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് ഈ തോൽപ്പെട്ടി 17 എന്ന കടുവയെ തിരുവനന്തപുരം മൃഗശാലയിൽ വയനാട്ടിൽ നിന്ന് എത്തിച്ചത്. 21 ദിവസം മൃഗശാലയിലെ പ്രത്യേക കൂട്ടിൽ ഈ കടുവയെ പരിശോധിക്കും, അല്ലെങ്കിൽ നിരീക്ഷിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഈ മൃഗശാല അധികൃതർ പ്രധാനമായും പറയുന്നത് കടുവയ്ക്ക് ചില മുറിവുകളുണ്ട്. അത് ഈ മറ്റ് കടുവകളുമായി അടിപിടി കൂടിയതിൽ സംഭവിച്ച മുറിവുകളാണ് നിലവിലുള്ളത്. അതുൾപ്പെടെ പരിശോധിക്കും. 21 ദിവസം താൽക്കാലിക കൂട്ടിൽ താമസിപ്പിച്ചതിന് ശേഷം ആ നിരീക്ഷണത്തിൽ പുരോഗതി ഉണ്ടായാൽ മറ്റൊരു കൂട്ടിലേക്ക് മാറ്റുമെന്നുള്ളതാണ്, മൃഗശാലയിലെ മറ്റൊരു കൂട്ടിലേക്ക് മാറ്റുമെന്നുള്ളതാണ് ഡോക്ടർ ഉൾപ്പെടെയുള്ള സംഘം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. എന്തായാലും ഈ കടുവയുടെ പരിചരണത്തിനായി നിലവിൽ ഫാനും അതുപോലെ തന്നെ കൂളർ സംവിധാനം ഉൾപ്പെടെ ഈ താൽക്കാലിക കൂട്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട്. റീജിത്ത്. ശരി, അഖിൽ ഷാ അൻസാർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.